Hello, dear students. Welcome to Phoenix Technos. Industries Extension Officerന്റെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സിലബസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 6 identical fair dice are thrown independently. Let X denote the number of dice showing even numbers on their upper faces, then the variance of the random variable is. ഇവിടെ ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ സിനാരിയോ ആണ് തന്നിരിക്കുന്നത്. ആ ഫിസിക്കൽ സിനാരിയോ എന്താണ്? 6 ഐഡന്റിക്കൽ ഫെയർ ഡൈസ്. ഫെയർ ഡൈസ് എന്ന് പറഞ്ഞാല് 1 to 6 വരെ നമ്പേഴ്സ് ഉള്ള ഒരു ഡൈസ് ആയിരിക്കും. അങ്ങനെയുള്ള 6 ഐഡന്റിക്കൽ ഡൈസ് എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡന്റ് ആയിട്ട് ത്രോ ചെയ്യുന്നു. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ത്രോ ചെയ്യുമ്പം അതിന്റെ അപ്പർ ഫേസിൽ ഈവൻ നമ്പേഴ്സ് വരാനുള്ള പ്രോബിലിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഇവന്റ്സിന്റെ കറസ്പോണ്ടിങ് റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു റോളിംഗ് ഓഫ് എ ഡൈസ് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ പ്രോബിലിറ്റി ഓഫ് എ സ്പെസിഫിക് ഔട്ട്കം, ഒരു സ്പെസിഫിക് ഔട്ട്കം ആണ് നോക്കുന്നതെങ്കിൽ റോളിംഗ് ഫെയർ ഡൈസ് എന്ന് പറയുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ റീസൺ, ത്രോയിങ് എ ഐഡന്റിക്കൽ ഡൈസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. ഓരോ ഇവന്റ്സിന്റെയും പ്രോബബിലിറ്റി വേറൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെർഫോർ ഇതൊരു ഇൻഡിപെൻഡന്റ് ട്രയൽ ആണ്. അതുപോലെ ഇവിടുത്തെ നമ്പർ ഓഫ് ട്രയൽസ് ഫിക്സ്ഡ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടുത്തെ നമ്പർ ഓഫ് ട്രയൽസ് 6 ആണ്. ദെർഫോർ ഇതിനെ നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ദെർഫോർ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് നമുക്കറിയാം. വേരിയൻസ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതിനെ ഞാൻ സിഗ്മ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ട്രയൽസ് ഇൻഡ് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻഡ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. ഈ ക്വസ്റ്റ്യനില് ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള ചാൻസ് ആണ് പ്രോബിലിറ്റി ഓഫ് സക്സസ്. നമുക്കറിയാം, ഒരു ഡൈസില് 6 നമ്പേഴ്സില് ഈവൻ നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി 3/6 ആയിരിക്കും, അല്ലെങ്കിൽ 1/2 ആയിരിക്കും. Therefore നമുക്ക് പറയാം വേരിയൻസ് ഈസ് ഈക്വൽ ടു 6 into 1/2 multiplied with 1/2 ആയിരിക്കും, ഈക്വൽ ടു 6/4 ഈക്വൽ ടു 1.5 ആയിരിക്കും. അതായത് ഈ ക്വസ്റ്റ്യനിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ഒരു പ്രാക്ടിക്കൽ സിനാരിയോയില് ഒരു ത്രോയിങ് എ ഐഡന്റിക്കൽ ഡൈസിനെ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ട് അതിനെ എന്തായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ ഡിഫറെന്റ് രീതിയിൽ, ഡൈസിന്ന് ഡിഫറെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. ഒരു എക്സാമ്പിൾ എടുത്താല്, ഒരു ഡൈസ് ഞാൻ എടുക്കുന്നു, അതിനെ 10 ടൈംസ് ത്രോ ചെയ്യുന്നു. ആ 10 ടൈംസ് ത്രോ ചെയ്യുമ്പം എക്സാക്ട്ലി 2 6s, 2 ടൈംസ് 6 വരാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാലും അത് എന്ത് തന്നെ ആയിരിക്കും? അതും ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും. അവിടെ n ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 10 ആയിരിക്കും. പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് p ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1/6 ആയിരിക്കും. കാരണം 1 to 6 ഒരു ടൈമിൽ മാത്രമാണ് 6 വരാൻ ചാൻസ് ഉള്ളത്. Therefore p ഈസ് ഈക്വൽ ടു 1/6 ആയിരിക്കും. അങ്ങനെ പിയും ക്യൂവും നമ്പർ ഓഫ് ട്രയൽസ് പറഞ്ഞാല് ഒരു ഡൈസ് ത്രോ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ഇവന്റ്സിനെ നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാം? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കണക്ട് ചെയ്യാം.